അപ്പോൾ അടുത്തിനുള്ളത് വേരിയബിൾ ഡിസ്ട്രിബ്യൂഷനുള്ള MTTF ആണ്. വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്, ഇതിപ്പോൾ ബാത്ടബ് കർവില്ലേ, ബാത്ടബ് കർവിൽ ഇവിടെ യൂസ്ഫുൾ ലൈഫ്, അതിന് മുമ്പ് ഒരു ബേണിംഗ് പീരീഡ് ഉണ്ട്, വേറെ ഒരു പീരീഡ് ഉണ്ട്, അവിടെ ലാംഡ ചേഞ്ചിങ് ആയിരിക്കും. അവിടെയാണ് നമ്മൾ ഈ വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ ഡിസ്ട്രിബ്യൂഷനാണ് റിലയബിലിറ്റി ഈക്വലി e⁻t/θ β എന്നുള്ളത്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷന് ഉള്ള MTTF നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അപ്പോൾ MTTF നമുക്ക് എന്താണെന്ന് അറിയാം. MTTF =0 to ∞ r(t) dt. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, r(t) നമുക്കറിയാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 to ∞ e⁻t/θ β dt എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്ന് പറഞ്ഞാൽ t/θ β =y എന്നുള്ള രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമുക്കിത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, dy ഇവിടെ വിത്ത് റെസ്പെക്റ്റ് ടി അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 1/θ β അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കാര്യം ഇവിടെ വേരിയബിൾ ഇല്ല. അപ്പോൾ 1/θ β എന്ന് വരും. ഇത് t/β ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ β × t⁻β-1 നമുക്ക് കിട്ടും. dy-ക്കും അങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമ്മൾ അതെടുത്ത് ഇപ്പുറത്തിടുമ്പോൾ MTTF = θ ഇൻറ്റു നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ചെയ്യുന്നത്, y × 1/β y⁻1/β e⁻y dy. നമ്മൾ ഇതെടുത്ത് ഇപ്പുറത്തിട്ടപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു ഗാമ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷനാണ്. ഗാമ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ മാത്രമാണ്. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല. ഇത് എങ്ങനെ വരുന്നത് വെച്ചാൽ ഗാമ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഗാമ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(x) = (0 to ∞ y⁻x-1) ഈ y(x) മറ്റേൻ്റെ y(x) അല്ല കേട്ടോ, വേറെയാണ്. e⁻y dy ആണ് വരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് ഗാമ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഗാമ ഫംഗ്ഷൻ. ഇതൊരു പക്ക മാത്തമെറ്റിക്കൽ സാധനമാണ്. ഇത് അറിഞ്ഞിരിക്കണമെന്നില്ല, ഇത് പഠിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഇതുവരെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇത് മറ്റേതിൻ്റെ ഗാമ ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവുമെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഫൈനൽ ഫോർമുലയും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിത് അടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ MTTF = θ ഇൻറ്റു ഗാമ ഫംഗ്ഷൻ ഓഫ് 1 + 1/β എന്ന് നമുക്ക് കിട്ടും. ഈ എല്ല് തിരിച്ചിട്ട പോലെ കിടക്കുന്നത് ഗാമ ഫംഗ്ഷനാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്, ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞില്ലെങ്കിലും ഇതുവരെ ചെയ്യാൻ അറിയണം. ഈ ഫൈനൽ റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഈ ഫൈനൽ റിസൾട്ട് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് വെച്ചാണ് പ്രോബ്ലം ചെയ്യുന്നത്.